ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നൊരു അടിപൊളി ടിപ്പായിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള സ്വർണ്ണ വളകളൊക്കെ ഇല്ലേ, ചെറിയ അധികം വണ്ണം ഇല്ലാത്ത ചെറിയ ഈളായിട്ടുള്ള വളകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു കോഴിമുട്ട ഷേപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ആ ഒരു രീതിയിലാവും മേക്കപ്പും ഡെയിലി യൂസസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് വളവൊക്കെ മാറ്റാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വളവൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും കേട്ടോ. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് നോക്കിയതിന് ശേഷം ഇനിയും നമുക്ക് വളവ് മാറിയിട്ടില്ല എങ്കിൽ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ അത് വളവ് അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇനി എന്തെങ്കിലും രീതിയിൽ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ വളവൊക്കെ മാറുന്നതിനുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഷേപ്പൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആയിട്ടില്ലെങ്കിൽ ചെറിയ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും കുറച്ചുകൂടി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് നല്ല റൗണ്ട് ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് വലിയ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതറിയാത്തവർക്കൊക്കെ അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കിടിലൻ ടിപ്പ് തന്നെയാണ്. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഫ്ലാസ്കുകളൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തവരുണ്ടായിരിക്കും. ചായയും കാപ്പി കുടിക്കുന്നവരൊക്കെ അങ്ങനെ ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടുവെള്ളമൊക്കെ ആക്കി വെക്കുന്നവരുണ്ടാവും. അതെല്ലാം ചിലപ്പോൾ മിക്കപ്പോഴും വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന രീതിയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ട് എടുത്ത് വെക്കുന്നവരുണ്ടാവും. അങ്ങനെ എടുത്ത് വെക്കുന്ന നമുക്ക് പിന്നീട് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ല ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുമ്പോൾ എടുക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ നിന്ന് ബാഡ് സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ ചായയോ കാപ്പിയോ അതല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് അതിനുള്ളിൽ നിന്ന് വരാറുണ്ട്. അങ്ങനെ വരാതിരിക്കാനുള്ള ടിപ്പാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഫ്ലാസ്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കടലാസ് ഒന്ന് ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്താൽ ബാഡ് സ്മെല്ലൊന്നും വരില്ല കേട്ടോ. പിന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ബാഡ് സ്മെല്ലും അങ്ങനെ കാപ്പിയോ ചായയോ ഒക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കി കളഞ്ഞതിന് ശേഷം മാത്രം മതി ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ ബാഡ് സ്മെല്ലൊന്നും വരാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ഫ്ലാസ്കുകൾ എപ്പോൾ യൂസ് ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഫ്ലാസ്ക് എടുത്ത് വെക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ചെറുപ്പിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിൽ പൊടികളും അഴുക്കുകളൊക്കെ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് പൊടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാധനമാണ് വാസ്ലൈനുള്ള സ്ഥിരമായിട്ട് സാധനമുള്ള സാധനമാണ്. അപ്പോൾ ഈ വാസ്ലൈന് ചെറുപ്പിൻ്റെ ഇതുപോലെയുള്ള അഴുക്കുള്ള ഭാഗങ്ങളിലും ചെറുപ്പിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വലിയ പല്ലിൻ്റെ ആ ഭാഗത്തും ചെറിയ ഭാഗത്തും ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും പൊടികളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയൊരു ടൂത്ത് ബ്രഷാണ് കേട്ടോ. അതെടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഈ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് അതിൻ്റെ അഴുക്കുകളൊക്കെ പോകും കേട്ടോ. ഉണ്ടല്ലേ, അത് ബ്രഷിലേക്ക് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ പോവും. ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു കൊടുത്ത് ഒട്ടും കഴുകിയെടുക്കാതെ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ പൊടികളും അഴുക്കൊക്കെ പെട്ടെന്ന് ആ ബ്രഷിൻ്റെ ഉള്ളിൽ പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ വേണ്ടിയിട്ട് നല്ല തിളക്കം കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് അതിൻ്റെ അണുക്കളും പൊടികളൊക്കെ പോകും കേട്ടോ. നമുക്ക് പെട്ടെന്ന് അങ്ങനെ നമുക്ക് തല ചെയ്യുമ്പോൾ പെട്ടെന്ന് വൃത്തിയാക്കുക. ഇതുപോലെയൊന്നും ചെയ്തെടുത്താൽ കുറച്ച് വാസലിൻ ഉണ്ടെങ്കിൽ പഴയൊരു ബ്രഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു ടവലോ അതല്ല ഒരു ടിഷ്യൂ പേപ്പറോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് എത്രത്തോളം ക്ലീൻ ആയിട്ടുള്ളത്. പൊടിയുള്ള ഒരു ചെറുപ്പ് തന്നെയായിരുന്നു എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ചെറുപ്പം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുക. എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്ന സാധനമല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ
ലീക്കൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ ലീക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എത്ര കുട്ടികളുടെ ബാഗിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് മിക്ക സമയത്തും വെള്ളം അങ്ങനെ ഇറ്റിറ്റ് വീഴുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അത് ഉണ്ടാകത്തില്ല, പെട്ടെന്ന് ലീക്ക്. അങ്ങനെയുള്ളൊരു ടൈമിൽ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും വെള്ളം ലീക്ക് കാണത്തില്ല കേട്ടോ. ഒട്ടും വെള്ളം ബാഗിലൊന്നും പോവാതെ നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ വെള്ളമാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു റബ്ബർ ബാൻഡ് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമാക്കി കൊടുത്ത് ബാഗിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ലീക്ക് ആവത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഈ ഹാൻഡ് വാഷൊക്കെ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്നവരാകുമ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് അവരെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് കഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിൽ നിന്ന് ചുറ്റിയൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇങ്ങനെ ചുറ്റിയിട്ട് എടുക്കുമ്പോൾ കുട്ടികൾ എടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം അതിൽ നിന്ന് പോരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം പ്രസ് ചെയ്ത് കിട്ടുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അത് വളരെ കുറേ കാലം നമുക്ക് ഹാൻഡ് വാഷ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിടിലൻ ടിപ്പാണ്. അപ്പോൾ മുൻപത്തെ വീഡിയോയിൽ ഒരുപാട് ടിപ്സ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ടിപ്പിലേക്ക് കിടക്കാം. മെയിനായിട്ടുള്ള ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലൊരു പുതിയ ചൂലാണ് കേട്ടോ. നമ്മൾ പുതിയ ചൂലൊക്കെ മേടിക്കുമ്പോൾ കാണുന്ന ഒരു കിടിലം ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊടി പോവും. അങ്ങനെ പൊടി പോലെ നമ്മുടെ വീട്ടിലുള്ള കച്ചറയേക്കാളും കൂടുതലായിട്ട് ഇതിൻ്റെ പൊടികളായിരിക്കും കൂടുതലുണ്ടാവുക. മിക്കവരും അനുഭവിക്കുന്ന ഒരു ടാസ്ക് തന്നെയായിരിക്കും അല്ലേ അത്. അപ്പോൾ അത് പോവാനുള്ള കിടിലൻ ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് മേടിച്ച് കൊടുന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ഞാനൊരു പുതിയ ചൂലായതുകൊണ്ട് ജസ്റ്റ് ഒരു ചപ്പാത്തി പോലെ എടുത്തത് കേട്ടോ. നമുക്കൊരു ചെറിയ PVC പൈപ്പിൻ്റെ കഷ്ണമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീളമുള്ള ഒരു വടിയോ എന്തെങ്കിലും എടുത്താൽ മതി. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. പുതിയ ചൂല് മേടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെ കവറിൽ നിന്ന് പൊട്ടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതുപോലെ രണ്ട് ഭാഗം ഒന്ന് മാറി മാറി തട്ടിക്കൊടുക്കുക. ഇത് മേടിക്കുമ്പോൾ അവർ പറഞ്ഞധികം ഇതൊന്നും ഇല്ലാത്ത ചൂലാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും അത്യാവശ്യം കുടഞ്ഞു നോക്കുമ്പോൾ അതിലുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി അത് ആ കവറിൻ്റെ അറ്റത്ത് വന്ന് കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ ക്യാമറയിൽ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് വന്ന് കിടക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല, എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ രണ്ട് ഭാഗം മാറി മാറി ഇതിനുള്ളിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗം മാറി മാറി കുറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ പഴയ ചീർപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയ ചീർപ്പിൽ നേരത്തെ ഞാൻ കാണിച്ച ടിപ്പിൽ കാണിച്ച അതുപോലത്തെ ചീർപ്പുകൾ പഴയതെങ്കിലും കളയാൻ വെച്ച ചീർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ പൊടിയൊക്കെ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് സൈഡിലും ഒക്കെ ഇതുപോലെ തട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, സൈഡിലൊക്കെ തട്ടിക്കൊടുത്തപ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ നന്നായി തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണിച്ചിരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ആക്കിയത്. അപ്പോൾ തട്ടി കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഈ പൊടികളൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തട്ടി ഇതിൻ്റെ പൊടികളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് സ്ലാബ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുത്തതിന് ശേഷം അടുത്ത് എന്താണ് ചെയ്യുന്നതെന്ന് കാണാം. അതിന് വേണ്ടി ഒരു പഴയ ഇതുപോലെയുള്ള സ്ക്രബ്ബറിൽ അതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂലിൻ്റെ മേലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ പിന്നീട് നമ്മുടെ അത് പൊടിയൊന്നും പോവാതിരിക്കും. ഒട്ടും പൊടിയൊന്നും പോകത്തില്ല കേട്ടോ. ഇതുപോലെ എല്ലാ ഇഴകളിൽ ജസ്റ്റ് ഒന്ന് ചെറിയ ഭാഗത്തൊന്ന് വിടർത്തി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുക്കുമ്പോൾ ഒട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടിയൊന്നും പോവില്ല. രണ്ട് ഭാഗങ്ങളും മാറി മാറി കുറച്ചുകൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലാണ്ട് ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിക്കൂടെ, രണ്ട് വശത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ.
രണ്ട് ഭാഗം ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിഞ്ഞു പോകുമ്പോൾ ഒട്ടും പൊടിയൊന്നും താഴത്തേക്ക് വീഴുന്നില്ല കേട്ടോ. ഇനി നമ്മൾ അടിച്ചു വരുമ്പോൾ എല്ലാവരുടെയും സംശയമായിരിക്കും, ചിലപ്പോൾ ഇതിൽ അഴുക്കുകളൊക്കെ പറ്റി പിടിക്കത്തില്ലേ, അല്ലെങ്കിൽ എണ്ണ മെഴുക്ക് താഴെ ആവത്തില്ലേ എന്നുള്ളത്. ഒട്ടും ആവത്തില്ല, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് നമ്മളിതിൽ തേച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ ഒരു സംശയം നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ ഇതിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഓയിലിൻ്റെ കണ്ടൻറ്റൊക്കെ നിന്ന് പോയി കിട്ടും. അഥവാ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ചെയ്തിട്ടുള്ളത്, കൊണ്ടൊന്നും വരില്ല. എങ്കിലും കൂടിയും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അതുകൂടി ഇല്ലാതിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഒട്ടും ഇതുപോലെ പൊടിയൊന്നും പുറത്തു പോകാതെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. പുതിയ ചൂലൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഒട്ടും ഒടിഞ്ഞു പോവാതെയും പൊടിയൊന്നും പോവാതെയും നമുക്ക് കുറേ നാൾ ചൂല് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും പുതിയ ചൂലൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാവുന്നില്ലേ പഴയ സ്ക്രബ്ബറും അതുപോലെ തന്നെ ഏതെങ്കിലും ഓയിലൊക്കെ ഇതിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക, ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ടിപ്സും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ചെയ്ത് അടുത്തതിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.